ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബിങ് കാർണിവൽ. അപ്പം നമ്മൾ ഈ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡാണ് കാണാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പം നമ്മുടെ ഹീറോയുടെ അനിയത്തി അന്വേഷിച്ച് വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ അവൾ മരണപ്പെട്ട വിവരം അറിയുകയും ചെയ്തു. ഇപ്പോൾ അവിടെ നിൽക്കുന്ന ആ പെൺകുട്ടി അവളുടെ പാസ്റ്റിൽ നടന്ന സംഭവങ്ങളെ കാര്യങ്ങളൊക്കെ കുറിച്ച് നമ്മുടെ ഹീറോയോട് പറയുന്നുണ്ടായിരുന്നു. അതായത് ഒരു ദിവസം അവൾ ജോലി കഴിഞ്ഞിട്ട് നടന്നു വരുന്ന വഴിക്ക് അവളുടെ പേഴ്സ് ഒരു കള്ളൻ വന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ആ പോകുന്ന കൂട്ടത്തിൽ ഈ കൊച്ച് അവിടെ തറയിൽ വീഴുന്നുകൊണ്ട് അവളെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഹീറോയുടെ അനിയത്തിയായിരുന്നു. അവളെ വന്ന് അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് അവളുടെ മുറിവെല്ലാം നോക്കിയിട്ട് ആ ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിൽ ഇവളായിരുന്നു അവളെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നത്. അങ്ങനെ ആ ഒറ്റ സംഭവത്തോടുകൂടി ഈ പെൺകുട്ടിക്ക് ഹീറോയുടെ അനിയത്തിയോട് ഇഷ്ടം തോന്നുകയാണ്. അതായത് പ്രണയമാണ് കേട്ടോ. ഇവരെന്തോ ലെസ്ബിയനാണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തായാലും പിന്നെയുള്ള എല്ലാ ദിവസവും നമ്മുടെ ഹീറോയുടെ അനിയത്തിയെ ഇവൾ കാണുന്നുണ്ടായിരുന്നു. ജോലി കഴിഞ്ഞ് വന്നിട്ട് ഡെയിലി ഇവർ മീറ്റ് ചെയ്യുന്നതിനോടൊപ്പം അവരുടെ ഇഷ്ടം ഇങ്ങനെ വളർന്ന് വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവരിങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ഒരു റൂമിലൊക്കെ ഇരുന്ന് അവരുടേതായ ലോകത്തിൽ ഇങ്ങനെ കുറേ നേരമൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഈ പെൺകൊച്ചി ഇങ്ങനെ അവളുടെ റൂമിലിരുന്നിട്ട് ഒരു ടിക്കറ്റ് ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല, അവളുടെ നാട്ടിലേക്ക് പോകാനായിട്ട് അവളെ പാരൻസ് അത്യാവശ്യമായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവളിവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകണമല്ലോ എന്നുള്ള കാര്യത്തിൽ അവൾ അതെല്ലാം ആലോചിച്ച് ഭയങ്കര വിഷമത്തിലിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു നമ്മുടെ ഹീറോ ഇങ്ങനെ ജയിലിൽ ഈ ഒരു കേസ് കാരണമാകുന്നതും കേട്ടോ. അതായത് കുറേ നാളുകൊണ്ട് അവൻ ജയിലിൽ തന്നെയാണ്. എന്തായാലും ഇവൾ പോകുന്ന വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഹീറോയുടെ അനിയത്തി വന്നിട്ട്, നീ എന്തിനാണ് വിഷമിക്കുന്നത്? എനിക്കിപ്പോൾ നിൻ്റെ കൂടെ വരാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടല്ലേ ഞാൻ വരാത്തത്. എൻ്റെ സഹോദരൻ എനിക്ക് എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് ഇറക്കണം, എന്നിട്ട് ഞാൻ നിന്നെ തേടി വരുമെന്നും എന്നിട്ട് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാമെന്നും പറയുന്നുണ്ടായിരുന്നു. നീ എന്തായാലും ഒന്നും കൊണ്ട് വിഷമിക്കാതെ പോയിട്ട് വാന്നും പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടുന്നുണ്ട്. പക്ഷെ അവൾ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവളുടെ പാരൻസ് അവളെ നിർബന്ധിച്ചിട്ട് അവളൊരു വിവാഹം കഴിപ്പിക്കുന്നുണ്ടായിരുന്നു. പോരാഞ്ഞിട്ട് അവൾ പ്രഗ്നൻറ്റും ആകുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും കുറേ നാൾക്ക് ശേഷം ഇവൾ അന്വേഷിച്ചിട്ട് നമ്മുടെ ഹീറോയുടെ അനിയത്തി അവളുടെ വീട്ടിൽ അഡ്രസ്സ് തപ്പിപ്പിടിച്ച് അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. വന്നപാടെ കുറേ നാൾക്ക് ശേഷം കാണുന്നത് കൊണ്ട് തന്നെ അവർ ഹഗ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വെച്ചിട്ട് പുറകിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് താരാന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ പെങ്കൊച്ചിൻ്റെ ഹസ്ബൻഡായിരുന്നു കേട്ടോ. അയ്യോ, അതെൻ്റെ ഫ്രണ്ടാന്ന് വിളിച്ച് പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ ഹീറോയുടെ അനിയത്തിയാണെങ്കിൽ ഇതാരാന്ന് ചോദിക്കുമ്പോൾ അതെൻ്റെ ഹസ്ബൻഡാണെന്ന് അവൾ പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല അപ്പോഴായിരുന്നു ഇവൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം അവൾ ശ്രദ്ധിച്ചിരുന്നതും. പിന്നെ പ്രത്യേകിച്ച് അവളൊന്നും പറയാൻ നിൽക്കുന്നില്ല, ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു. കുറേ ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഈ പെങ്കൊച്ചിനെ തേടി എത്തുന്നത് നമ്മുടെ ഹീറോയുടെ അനിയത്തിയുടെ ലെറ്റർ ആയിരുന്നു കേട്ടോ. ആ ലെറ്ററിനുള്ളിൽ എഴുതിയിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചതൊന്നും ഇതുവരെ നേടിയിട്ടില്ല. ഞാൻ എൻ്റെ സഹോദരനെ ഒരുപാട് സ്നേഹിച്ചു, പക്ഷേ അവൻ്റെ കൂടെ എനിക്ക് നല്ലൊരു ലൈഫ് ദൈവം തന്നില്ല. അതിനുശേഷം ഞാൻ കണ്ടുമുട്ടിയത് നിന്നെയായിരുന്നു. നിന്നെയെങ്കിലും സ്വന്തമാക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം അവിടെ എന്നെ ചതിച്ചു. ഇനി ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? ഇനി എൻ്റെ ജീവിതം കൊണ്ട് ഒരു അർത്ഥവുമില്ല. അതുകൊണ്ട് ഞാൻ ഈ ലോകത്തോട് വിട പറയുക എന്ന് പറഞ്ഞിട്ടായിരുന്നു ലെറ്ററിൽ എഴുതിയിരുന്നത്. എന്തായാലും അതോടുകൂടി നമ്മുടെ ഹീറോയുടെ അനിയത്തി സൂയിസൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു അവൾ മരണപ്പെട്ടു പോയിരുന്നത്. അങ്ങനെ ഫ്ലാഷ് ബാക്ക് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം, നിൻ്റെ അനിയത്തിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. എപ്പോഴും അവൾക്ക് നിന്നെ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് ഇറക്കണം എന്നുള്ള ഒറ്റ കാര്യം പറയാനായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നലെ നീ വീട്ടിൽ വന്നപ്പോൾ ഈ ഒരു കാര്യം പെട്ടെന്ന് വെച്ച് നോക്കി പറയാനായിട്ടുള്ളൊരു മാനസികാവസ്ഥ ഇല്ലായിരുന്നു. അത് കാരണമാണ് ഞാൻ നിന്നോട് പറയാതിരുന്നതെന്ന് പറഞ്ഞിട്ട് സോറി ചോദിക്കുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്ക് ഈ നടന്നതും കേട്ടതും ഒന്നും വിശ്വസിക്കാൻ പറ്റാതെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നേരെ കലറിയിലേക്ക് പോയിട്ട് അവൻ ഒരുപാട് ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. ഹീറോയിനും കൂടെ ഇരുന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്തായാലും അതെല്ലാം കഴിഞ്ഞിട്ട് അവർ തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ ഹീറോയിനാണെങ്കിൽ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ മേടിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ അവളോട് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. നിനക്കൊരു കാര്യം അറിയാമോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു വലിയ കാര്യം നഷ്ടപ്പെടുത്തിയതുപോലെ എനിക്ക് തോന്നുന്നത്. എൻ്റെ അനിയത്തി എന്തെങ്കിലും എനിക്ക് കാണാൻ പറ്റുമെന്നും അവളുടെ കൂടെ നല്ലൊരു ജീവിതം എനിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച ഇത്രയും നാളിരുന്നത്. പക്ഷെ പെട്ടെന്ന് വെച്ചിട്ട് അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന് കേട്ടപ്പോൾ എനിക്ക് സഹിക്കാവുന്നതിലപ്പുറമായി. നീയെങ്കിലും ഇനി എൻ്റെ കൂടെ വേണം. അത് കാരണം നമുക്ക് ലിവിങ് ടുഗെദറായിട്ട് ഇരിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അവൾക്കാവാൻ ചോദിച്ചത് പെട്ടെന്ന് മനസ്സിലാവാതെ, കല്യാണക്കാരിയല്ലേ, അതിന് ഇനിയും സമയമുണ്ടല്ലോ, നമുക്ക് ആലോചിക്കാമെന്ന് പറയുമ്പോൾ, ഞാൻ കല്യാണത്തിൻ്റെ കാര്യമല്ല പറഞ്ഞത്, നമുക്ക് വിവാഹത്തിന് മുന്നേ ഒരുമിച്ച് താമസിക്കാമോ എന്നാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുമ്പോൾ അവൾ പെട്ടെന്ന്, നീ ഇതെന്താ ഈ പറയുന്നത്? എൻ്റെ മുത്തശ്ശൻ അതിന് ഒരിക്കലും സമ്മതിക്കത്തില്ല. ഞാൻ അങ്ങനെ നിൻ്റെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വരുന്ന പേര് വേറെ പലതുമായിരിക്കും. അത് കാരണം നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിട്ട് മുത്തച്ഛനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കല്യാണം കഴിക്കുന്നതല്ലേ നല്ലതെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഇന്ന് തന്നെ ഞാൻ അതിനൊരു തീരുമാനം ഉണ്ടാക്കുമെന്ന് പോയി ചെന്നിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഈ കാര്യം മുത്തശ്ശനോട് പറയണമെന്ന് പറഞ്ഞിട്ട് അവർ പിന്നെയും കാറിലേക്ക് കയറിയിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഹീറോയിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കെല്ലാം അവൾ അവളുടെ മുത്തശ്ശൻ്റെ കാര്യമായിരുന്നു ആലോചിച്ചിരുന്നത്. ഞാനും ഇവനും സത്യസന്ധമായിട്ടാണ് പ്രണയിക്കുന്നതെങ്കിലും മുത്തശ്ശന് ഈ വക കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. അന്ന് ഇവളുടെ അമ്മയുടെ കുഞ്ഞിൻ്റെയും അവരുടെ ഹസ്ബൻഡിൻ്റെയൊക്കെ കാര്യങ്ങൾ കാണുമ്പോൾ അവർക്ക് അറ്റാക്ക് വന്നതുപോലെ ഇനി ഇവളുടെ കാര്യം അറിയുമ്പോൾ ഇനി അങ്ങേർക്കെങ്ങാനും വയ്യാതാവും എന്നുള്ളൊരു പേടി നല്ല രീതിയിൽ നമ്മുടെ ഹീറോയിനുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഇനി പിന്തിരിയത്തില്ല, എങ്ങനെയെങ്കിലും മുത്തച്ഛനോട് ഈ കാര്യം അവതരിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട്
അവൾ പകുതിക്ക് വെച്ച് കാർ നിർത്തിയിട്ട് കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ മേടിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹീറോ ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇത് കുടിച്ചാൽ എനിക്ക് കുറച്ച് ധൈര്യം കിട്ടും, ഈ ബോധമൊക്കെ പോകുന്ന എന്തോ ഡ്രിങ്ക്സ് ആണെന്ന് തോന്നുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ശരിക്കും ചിരി വരുന്നുണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ മേടിച്ചിട്ട് അവൾ നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മുടെ ഹീറോയെ ധൈര്യത്തിനൊന്ന് പുറത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് തന്നെയായിരുന്നു അവൾ വീട്ടിലേക്ക് വന്നിരുന്നത്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് എന്തോ ബൾബ് എങ്ങാണ്ടോ ശരിയാക്കാനായിട്ട് ആ റെൻ്റ് ഹൗസിൽ താമസിക്കുന്ന പയ്യൻ്റെ കയ്യിൽ മുത്തശ്ശൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അവൻ അതും കൊണ്ട് നേരെ അവൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ നേരെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് വന്നിരുന്നിട്ട്, മുത്തശ്ശന് ഇപ്പോൾ ഓക്കെ ആണോ, ടാബ്ലറ്റ് ഒക്കെ കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു, നീ ഫുഡെല്ലാം കഴിച്ചോ എന്നൊക്കെ ചോദിച്ച് അവർ സംസാരിച്ചതിന് ശേഷം നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ടായിരുന്നു, മുത്തശ്ശനോട് എനിക്കൊരു അർജൻറ്റായിട്ടൊരു കാര്യം പറയാനുണ്ടെന്നും വേറെ ഒന്നുമല്ല, ഞാനൊരാളുമായിട്ട് ഇഷ്ടത്തിലാണെന്നും പറയുന്നുണ്ടായിരുന്നു. മുത്തശ്ശൻ അതിന് പ്രത്യേകിച്ചൊന്നും റിയാക്ഷൻ കൊടുക്കാതെ ആളാരാന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അയാൾ ഇങ്ങനെ ടാബ്ലറ്റ് വായിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഇറക്കുന്ന സമയത്ത് നെഞ്ചിലിങ്ങനെ തടവുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോയിന് ചെറുതായിട്ടൊരു പേടി തോന്നി, ഇനി എങ്ങാനും വയ്യാതെ ആയാലോ. അത് കാരണം പെട്ടെന്ന് ആളാരാന്നും ആളെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും ഞാൻ പിന്നൊരു ദിവസം മുത്തശ്ശനോട് പറയാമെന്നും ജസ്റ്റ് ഞാൻ ഈ കാര്യം മുത്തശ്ശനോട് അറിയിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ നേരെ റൂമിലേക്ക് പോകുന്നുണ്ടായിരുന്നു. പോയിരുന്ന സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ കുറേ മെസ്സേജൊക്കെ അയക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ഹീറോയിൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞിരുന്നത്, ആരാടാ പറഞ്ഞത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ബോധവും ധൈര്യമൊക്കെ കിട്ടുമെന്ന്, എനിക്ക് ചത്തു പോകുന്ന പോലെ ഫീൽ ചെയ്യുക, ഇതൊരു തലവേദനയാണ്, എനിക്ക് വല്ലാത്തൊരു അവസ്ഥയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയ്ക്ക് മെസ്സേജൊക്കെ ചെയ്തിട്ട് അവൾ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ റെൻ്റ് ഹൗസിൽ താമസിക്കുന്ന പയ്യനാണെങ്കിൽ ബൾബൊക്കെ ശരിയായിക്കൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു ഹീറോയുടെ കാർ പുറത്ത് നിൽക്കുന്നത് അവൻ കാണുന്നത്. എന്തായാലും ഇത് ഹീറോയിൻ അറിഞ്ഞിട്ട് നേരെ ഹീറോയിൻ പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇന്നെനിക്ക് മുത്തശ്ശനോട് ഈ കാര്യം പറയാൻ പറ്റിയില്ല എന്നും ഞാൻ വേറൊരു ദിവസം പറയാം, മുത്തശ്ശനെന്തോ വയ്യാതിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുമെന്നും പറയുന്നുണ്ടായിരുന്നു. അന്നേരം ഹീറോ ആണെങ്കിൽ അതിനെന്തിനാ നീ ഇപ്പോൾ പറയാതിരിക്കുന്നത്, ഞാൻ വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുമ്പോൾ അവൾ പെട്ടെന്ന് ഹഗ് ചെയ്തിട്ട്, ഞാൻ പറയുന്ന കേൾക്ക്, ഞാൻ വേറൊരു ദിവസം മുത്തശ്ശനോട് എല്ലാ കാര്യങ്ങളും പറയാം, ഇപ്പം നീ തൽക്കാലം വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞ് സംസാരിച്ച് നിൽക്കുന്നത് ഈ റെൻ്റ് ഹൗസിൽ താമസിക്കുന്ന പയ്യൻ കാണുമ്പോൾ അവൻ വല്ലാതുകൊണ്ട് ആ വീട്ടിലേക്ക് കയറി പോകുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം നമ്മുടെ ഹീറോയ്ക്ക് ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, ആഡിൻ്റെ ഷൂട്ടിംഗ് തന്നെയായിരുന്നു. എന്തായാലും ആ ലൊക്കേഷനിലേക്ക് അവൻ വരുന്നുണ്ടായിരുന്നു. അവിടെ നമ്മുടെ ഹീറോയുടെ അമ്മയുടെ അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ഹീറോ വരുന്ന സമയത്ത് ഇവനാണെങ്കിൽ പറയുന്നുണ്ട്, നിനക്ക് എന്തായാലും ഇപ്പോൾ ഇൻഡസ്ട്രിയിലുള്ള ചീത്തപ്പേരെല്ലാം മാറി കിട്ടിയല്ലോ, ഇനി കുറേ നല്ല നല്ല ഓഫേഴ്സ് പഴയതുപോലെ തന്നെ വരുമെന്നും ഇത് നിൻ്റെ തുടക്കമാവട്ടെ പുതിയൊരു ലൈഫിലെന്ന് പറഞ്ഞിട്ട് നേരെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. പോകുന്ന സമയത്ത് ഇവൻ്റെ ഒരു ജ്വല്ലറിയുടെ എങ്ങാണ്ടോ ആഡിന് വേണ്ടിയിട്ടായിരുന്നു വന്നിരുന്നത്. പക്ഷേ അവിടുത്തെ സെറ്റ് കാണുമ്പോൾ അവൻ വല്ലാത്തൊരവസ്ഥയിലാകുന്നുണ്ട്. വേറെ ഒന്നുമല്ല, അതൊരു ജയിലിലൊരു സെറ്റായിരുന്നു കേട്ടോ. അവനിതൊക്കെ കാണുമ്പോഴത്തേക്കും പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ടെങ്കിലും ഇതെൻ്റെ കരിയറാണ്, ഇത് ഞാൻ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ ഓക്കെ ആയിരിക്കുന്നുണ്ടായിരുന്നു. അന്നേരം നമ്മുടെ ഇവിടെ ഹീറോയിൻ ആണെങ്കിൽ ഇവളിപ്പോൾ കിൻഡർ ഗാർഡനിലാണുള്ളത്. അവിടുത്തെ പിള്ളേരെ എല്ലാവരും പാരൻസിനോട് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അവൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് നമ്മുടെ ഹീറോയുടെ മിസ് കോൾ കിടക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. തിരിച്ച് വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ എന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നും നിനക്ക് എന്നെ കാണാനായിട്ട് വരാമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഹീറോയിനെ ഞാനിപ്പോൾ വരാം, നീ ലൊക്കേഷൻ അയച്ചിട്ടേക്ക്, ഞാൻ വരാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയിൻ നേരെ നമ്മുടെ ഹീറോയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഡ്രസ്സ് ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അതും കറക്റ്റ് ഈ ജയിൽ പുള്ളികളൊക്കെ ഇടുന്ന ഡ്രസ്സ് തന്നെയായിരുന്നു. അതായത് ഹീറോ മുന്നേ ജയിലായിരുന്ന സമയത്ത് ഇട്ടുന്ന അതേ കളർ കോമ്പിനേഷനുള്ള ഡ്രസ്സ് തന്നെയായിരുന്നു കേട്ടോ. അത് കാണുമ്പോഴും അവൻ ഇടാനുള്ള മനസ്സ് ഒട്ടും തന്നെ ഇല്ലായിരുന്നു. നമ്മുടെ ആ അസിസ്റ്റന്റ് പയ്യനാണെങ്കിൽ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഡ്രസ്സൊന്നും ഒരിക്കലും ഇടാനായിട്ട് പറ്റത്തില്ല, ഇത് തന്നെ ഇത്തിരി ഓവറാണെന്നൊക്കെ പറഞ്ഞ് അവരോട് തർക്കിക്കുന്നുണ്ടെങ്കിലും ഹീറോ അതിന് ഓക്കെ സാരമില്ല ഞാനിത് ഇട്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവൻ റെഡി ആയിട്ട് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്തായിരുന്നു ഈ ഷൂട്ടിങ്ങിൻ്റെയൊക്കെ മെയിൻ ആൾ അവിടെ എത്തിയിരുന്നത് കേട്ടോ. വേറെ ആരുമല്ല, പ്രൊഡ്യൂസർ പെൺകുട്ടിയായിരുന്നു ഇതിൻ്റെ എല്ലാത്തിൻ്റെ പുറകിലുണ്ടായിരുന്നത്. ആ സമയത്തായിരുന്നു അസിസ്റ്റൻറ്റ് നമ്മുടെ ഹീറോയ്ക്ക് ഈ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ മനസ്സിലായിരുന്നത്. എന്തായാലും അവളിതെല്ലാം നേരെ വന്നിട്ട് നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് പോയിട്ട്, നീ കൊള്ളാലോ, നിനക്ക് മുൻപരിചയം ഉള്ളത് കൊണ്ട് തന്നെ ഈ സീൻ നന്നായിട്ട് അഭിനയിക്കാൻ പറ്റുമെന്ന് എനിക്കറിയായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോ ആ സമയത്ത് അപ്പോൾ ഇതൊക്കെ നീ മനഃപൂർവ്വം ചെയ്യുന്നതാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ അല്ലാതെ എനിക്ക് നിന്നെ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കണം, എൻ്റെ വാക്ക് കേൾക്കാതെ എന്നെ ദ്രോഹിച്ചവനെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം, അത് കാരണം ഞാൻ എൻ്റെ പുറകെ ഇനി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഷോട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങ് പോകുന്നുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ഇവിടെ ഹീറോയിൻ എത്തിയിരുന്നത് കേട്ടോ. അവളെന്തായാലും നീ എവിടെ എന്നൊക്കെ നമ്മുടെ ഹീറോയോട് ചോദിച്ചിട്ട് നേരെ ഹീറോ ഉള്ള സ്ഥലത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. അവിടെ പോയ പാടെ അവനാണെങ്കിൽ ഇവളെ കണ്ടതിൻ്റെ ആ ഒരു ക്യൂരിയോസിറ്റിയിൽ വന്ന് ഹഗ് ചെയ്യാനും ഉമ്മ വയ്ക്കാനൊക്കെ നോക്കുമ്പോഴത്തേക്കും നിനക്ക് ഒരു പരിസര ബോധമൊന്നും പറയുന്നതില്ല, നമ്മളിവിടെ എന്തിനാ വന്ന ഷൂട്ടിങ്ങിനല്ലേ, അത് കാരണം നീ ആദ്യം ചെയ്യുന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് നിൽക്കുമ്പോൾ അവിടേക്ക് ഈ പ്രൊഡ്യൂസർ പെൺകുട്ടി വരുന്നുണ്ടായിരുന്നു. വന്ന പാടെ നിങ്ങൾക്ക് ഒരു നിമിഷം പോലും ഇതൊന്നും ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ലല്ലേ, ഇതൊന്നും അത്ര നല്ല സ്വഭാവമല്ല, പ്രത്യേകിച്ച് ഇങ്ങനൊരു പബ്ലിക് പ്ലേസിൽ വന്നിട്ട് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ കുത്തുന്നുണ്ടായിരുന്നു. അന്നേരം ഹീറോ, ഇത് നിനക്ക് ആവശ്യമില്ലാത്ത കാര്യം, അത് കാരണം നിനക്കിത് ഇടപെടേണ്ട ഒരാവശ്യമില്ലായിരുന്നു, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകാനും പറയുമ്പോഴത്തേക്കും ഞാനിവിടുത്തെ പ്രൊഡ്യൂസറാണ്, അത് കാരണം നീ എൻ്റെ അടുത്ത് ആജ്ഞാപിക്കേണ്ട ഒരാവശ്യമില്ല, പിന്നെ ഇതൊക്കെ ഒരു ഫണ്ണല്ലേ ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ള, പ്രത്യേകിച്ച് ഇവള് കൂടെ വന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഫൺ കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ മുള്ളു വെച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് ചെറിയൊരു ടെൻഷനാകുന്നുണ്ട്, ഇനി ഇവള് വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന്. എന്തായാലും നമ്മുടെ ഹീറോയിനും ചെറുതായിട്ട് ടെൻഷൻ വരുന്നുണ്ടായിരുന്നു. അത് പറഞ്ഞിട്ട് അവൾ നേരെ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു.
ഹീറോ അത് കഴിഞ്ഞിട്ട് നേരെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഡ്രസ്സിംഗ് റൂമിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ അവിടെ ഇരിക്കുന്നത് കണ്ടെന്ന് വെച്ചിട്ട് ഈ പ്രൊഡ്യൂസർ പെൺകുട്ടി നേരെ അവിടേക്ക് വന്നിട്ട്, നീയും അവനുമായിട്ട് ഭയങ്കര ഇഷ്ടത്തിലാണല്ലേ, നിങ്ങൾ ഒരിക്കലും പിരിയത്തില്ലേന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവളാണെങ്കിൽ, നിനക്കിപ്പോൾ എന്താ വേണ്ടത്, നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം നിനക്കറിയാലോ, പിരിയോ പിരിയത്തില്ലേ എന്നുള്ള കാര്യം നിനക്കറിയേണ്ട ആവശ്യമില്ല, അത് കാരണം ദയവ് ചെയ്ത് ഞങ്ങളുടെ റിലേഷനെ പറ്റിയിട്ട് നീ എന്നോട് ചോദിക്കരുതെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൾ, ഓക്കെ നിങ്ങളുടെ റിലേഷൻ സത്യസന്ധമായിട്ടുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായി, അത് കാരണം ഇനി ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാനായിട്ട് വരത്തില്ല, ഇനി നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നോക്കി പൊക്കോളൂ, എനിക്ക് കുറേ കഴിയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും മടുക്കുമല്ലോ, അങ്ങനെ നിങ്ങളെ ദ്രോഹിച്ച് എനിക്കിപ്പോൾ ഒരു മടുപ്പ് തോന്നിയിട്ടുണ്ട്, അത് കാരണം ഇനി ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യത്തില്ല എന്നും നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ജീവിച്ചോ, ഞാൻ വേണമെങ്കിൽ നിനക്കത് പ്രോമിസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനോട് കൈ നീട്ടാനായിട്ട് പറയുമ്പോഴത്തേക്കും അവൾ ഇച്ചിരി ഒന്ന് ആലോചിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഓ, എൻ്റെ മുമ്പിൽ കൈ നീട്ടാൻ നിനക്ക് മടിയാണോ എന്ന് പറയുമ്പോൾ, എനിക്ക് പ്രോമിസിൻ്റെ ഒരു ആവശ്യമില്ല, നീ ഇനി ഞങ്ങളെ ഉപദ്രവിച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, ഇനി അത് വേണ്ടാന്ന് നീ വെക്കുന്നുണ്ടെങ്കിൽ ഓക്കെ അതൊക്കെ നിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവള്, ഞാൻ ശരിക്കും സത്യമായിട്ടാണ് പറയുന്നത്, ഇനി ഞാൻ നിങ്ങളുടെ പുറകെ നടന്ന് നിങ്ങൾ ഞാൻ ഒരിക്കലും ദ്രോഹിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് നിൽക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ ഹീറോയിൻ്റെ കയ്യിലെ ബാഗ് അവൾ ശ്രദ്ധിച്ചിരുന്നത്. എന്നിട്ട്, നീ ഇത്രയും വില കുറഞ്ഞ ബാഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, കാശില്ലാത്തതുകൊണ്ടാണോ പുതിയത് വാങ്ങാതിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, എനിക്കിതൊക്കെ തന്നെ മതി, എനിക്ക് ഇങ്ങനത്തെ ബാഗാണ് തൂക്കുന്നത് ഇഷ്ടമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവൾ, ഞാൻ നിനക്ക് പുതിയൊരു ബാഗ് മേടിച്ച് തരട്ടെ, വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാശ് തരാമെന്ന് പറയുമ്പോൾ, എനിക്കതിൻ്റെ ആവശ്യമില്ല നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പ്രൊഡ്യൂസർ പെൺകുച്ച് നേരെ നമ്മുടെ ഹീറോയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. അന്നേരം അവളിങ്ങനെ ഈ കയ്യിൽ ബ്രേസ്ലെറ്റ് ഇരിക്കുന്ന ഒരു ഫോട്ടോയാണ് എടുത്തുകൊണ്ടിരുന്നത്. അവളവിടെ പോയിട്ട് ഈ ജയിൽ പുള്ളികളെല്ലാവരും ഈ വിലം കിടുന്ന സമയത്ത് കൈ ഇങ്ങനെ വെക്കത്തില്ലേ, അതുപോലെ പോസ് കൊടുക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്ക് അതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും എന്തായാലും അവൾ പറയുന്നത് പോലെ ചെയ്തല്ലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനങ്ങനെ പോസൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ബാഗ് അവിടെ ഒരു സോഫയിൽ വെച്ചിട്ട് നേരെ വാഷ്റൂമിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരികെ വന്ന് ആ ബാഗ് കൊടുത്തിട്ട് ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് വരുമ്പോഴത്തേക്കും ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് എല്ലാവരും പോകാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ ഹീറോ ഞാനൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് വെച്ചിട്ട് ആ പ്രൊഡ്യൂസർ പെങ്കുച്ചും അവൾ കുറേ ആൾക്കാരൊക്കെ കൂട്ടിയിട്ട് വരുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ആരും പോരുത്, എൻ്റെ വില കൂടി ഒരു റിങ് കാണാണ്ടായിരിക്കുകയാണെന്നും അത് കാരണം എല്ലാവരുടെ സാധനങ്ങളും എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് അങ്ങനെ എല്ലാവരെയൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അവളെ സെർച്ച് ചെയ്യുന്നതിനോടൊപ്പം അവളുടെ ബാഗ് മേടിച്ച് നോക്കുമ്പോഴായിരുന്നു അതിനുള്ളിൽ ആ റിങ് ഉണ്ടായിരുന്നു. എന്നിട്ട്, നീ ഇത്രയും വലിയൊരു കള്ളിയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും വിലപിടിപ്പുള്ള റിങ് ഇങ്ങനെ മോഷ്ടിച്ചെടുക്കുക കള്ളി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിന് പറയുമ്പോഴത്തേക്കും ഹീറോയിൻ, ഞാനിത് അറിഞ്ഞ കാര്യമല്ലേ, എനിക്ക് റിങ്ങിൻ്റെ എന്താ ആവശ്യമുള്ളത്, ഞാനിത് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൾ നന്നായിട്ട് പറയുന്നുണ്ടെങ്കിലും ഇവൾ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് വെച്ച് ഹീറോയിൻ, നീ തന്നെ ആയിരിക്കും ഈ റിങ് എൻ്റെ ബാഗിലേക്ക് ഇട്ടത്, കാരണം ഞങ്ങളെ ദ്രോഹിക്കത്തില്ല എന്ന് കുറച്ചുകൂടെ മുന്നേ നീ പറഞ്ഞതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവൾ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ആ പ്രൊഡ്യൂസർ പെങ്കൊച്ചിന് ദേഷ്യം വന്നിട്ട്, ഞാൻ എൻ്റെ പിച്ചക്കാരിയാണോ, ഈ റിങ് നഷ്ടപ്പെട്ട എനിക്ക് വേറെ 100 റിങ് വാങ്ങാനുള്ള കാശ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ഇത് എടുത്ത ആളെ എനിക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്നുണ്ടായിരുന്നു, അത് കാരണമാണ് ഞാനിപ്പോൾ അന്വേഷിച്ച് ഇറങ്ങിയതൊക്കെ പറഞ്ഞിട്ട് അവളും ഷൗട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോയിനെ അടിക്കാനായിട്ട് വരുന്ന സമയത്ത് ഹീറോ തടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട്, ഇനി മേലിൽ നീ അവളെ ഒന്ന് പറയരുതെന്ന് പറയുമ്പോഴത്തേക്കും ഉടനെ ഈ പ്രൊഡ്യൂസർ പെങ്കൊച്ചാണെങ്കിൽ, ആദ്യം നീ നിൻ്റെ ലവറിനോട് പറ വാ അടച്ച് നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ എന്തായാലും ഇവളുടെ കയ്യിൽ നിന്ന് നീ മോതിരം കിട്ടിയല്ലോ, നമുക്ക് പോലീസിനെ വിളിക്കാം, നീ പോലീസിനെ വിളിക്കാനായിട്ട് ഹീറോയോട് പറയുമ്പോഴത്തേക്കും ഹീറോ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഇവള്, ഓ നിനക്ക് പോലീസിനെ പേടിയാണല്ലോ, നിങ്ങൾ ആരും വിളിക്കണ്ട ഞാൻ തന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ എടുത്ത് നേരെ പോലീസിനെ വിളിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെയാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ മുത്തശ്ശനാണെങ്കിൽ ചായ കുടിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് ഈ റെൻ്റ് ഹൗസ് താമസിക്കുന്ന പയ്യൻ പുറത്തിങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഈ മുത്തശ്ശൻ അവനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് അവളുടെ ലവർ ആരാന്നുള്ളത് അറിയാമോ ചോദിക്കുമ്പോൾ, എനിക്കറിയത്തില്ല മുത്തശ്ശാന്ന് അവൻ പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആണല്ലോ, എന്നിട്ട് ഇതിനെ പറ്റിയിട്ട് അവൾ നിന്നോട് പറഞ്ഞിട്ടില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്നോട് അതിനെപ്പറ്റി ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെയാണ് കാണിക്കുന്നത് അവൾ ഈ പോലീസുകാരെ വിളിച്ചത് കൊണ്ട് തന്നെ പോലീസുകാർ വന്നിട്ട് നമ്മുടെ ഹീറോയിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. സ്റ്റേഷനിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനൊക്കെ പറഞ്ഞിട്ട് അവളെയും കൂട്ടി പോകുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ മോഷ്ടിച്ചിട്ടില്ല, എന്നെ വിശ്വസിക്കുമെന്ന് പറയുമ്പോൾ അവരാരും ഇവൾ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവളങ്ങനെ കാറിലേക്ക് കയറ്റിയിരുത്തുമ്പോഴായിരുന്നു നമ്മുടെ ഹീറോ ഓടി വന്നിരുന്നത് കേട്ടോ. വരുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നത്, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കുമെന്ന് പറയുമ്പോൾ, നീ പേടിക്കേണ്ട, ഞാൻ വരുന്നു, ഞാൻ നിന്നെ രക്ഷിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പോലീസുകാരോട് സംസാരിക്കുന്നുണ്ടെങ്കിലും അവരൊന്നും കേൾക്കാൻ നിൽക്കാൻ നമ്മുടെ ഹീറോയിനും കൂട്ടി നേരെ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്തായിരുന്നു ആ പ്രൊഡ്യൂസർ പെങ്കൊച്ച് അവിടെ വന്നിട്ട്, എനിക്കിപ്പോൾ സന്തോഷമായി, നിങ്ങൾ രണ്ടുപേരുടെയും ഈ അവസ്ഥയാണ് എനിക്ക് കാണേണ്ടത്, എന്തായാലും അവൾ കള്ളിയല്ലേ, കുറച്ച് ദിവസം ജയിലിൽ കിടക്കട്ടെ നിന്നെ പോലെയെന്ന് പറഞ്ഞിട്ടൊക്കെ അവനെ പരിഹസിക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഇവന് നല്ല ദേഷ്യം വന്നിട്ട്, നീ ഇതിനൊക്കെ അനുഭവിക്കാനായിട്ട് കിടക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവളോട് ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു ആ അസിസ്റ്റൻറ്റ് വന്നിട്ട്, നിന്റെ ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്യ്, ഇപ്പം നമുക്ക് ഇവളല്ല മുഖ്യം, നമുക്ക് അവളെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടി ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുന്നതോടുകൂടെ ഈ എപ്പിസോഡ് കഴിയുവാണ്. അടുത്ത എപ്പിസോഡ് ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്കൊരു 2 എപ്പിസോഡ് കൂടെ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാണുന്നതിനോടൊപ്പം ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ എല്ലാവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ടാറ്റാ.